പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ വീണ്ടും ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് കടന്നതോടെ അന്താരാഷ്ട്ര വിപണികളിൽ അനിശ്ചിതത്വം കുത്തനെ ഉയർന്നു. ലോകത്തെ പ്രധാന എണ്ണക്കടത്ത് പാതയായ ഹോർമൂസസ് കടലൊടുക്ക് വഴിയുള്ള വിതരണത്തിന് ഭീഷണി ഉണ്ടാക്കുമെന്ന ആശങ്ക വിപണിയെ പിടിച്ചുലത്തിയതോടെ തിങ്കളാഴ്ച വ്യാപാരം ആരംഭിച്ചത് നിമിഷങ്ങളിൽ തന്നെ എണ്ണവിലയിൽ ഏകദേശം 20% വർധന രേഖപ്പെടുത്തി. 2022 ജൂലൈക്ക് ശേഷം കാണുന്ന ഏറ്റവും ഉയർന്ന നിരക്കാണിത്. ഈ ഉയർച്ച ആഗോള സാമ്പത്തിക രംഗത്ത് വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് ആശങ്ക ശക്തമാകുകയാണ്. ബ്രന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $111.04 US വെസ്റ്റ് ടെക്സസ് ഇന്റർമീഡിയറ്റ് വില $111.24 വരെ ഉയർന്നു. രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ $120 എത്തി. UAE മർബൻ ക്രൂഡ് $120 പിന്നിട്ടു. ഇറാൻ യുദ്ധത്തിനു മുമ്പ് ബാരലിന് $60 ആയിരുന്നു വില. കുറഞ്ഞ ദിവസത്തിനുള്ളിൽ ഇരട്ടിയായി. യുദ്ധം കൂടുതൽ കാലം തുടരുമെന്ന ആശങ്കയിലാണ് കുതിപ്പ്. നിലവിലെ ട്രെൻഡ് തുടർന്നാൽ ക്രൂഡ് ഓയിൽ വില സർവ്വകാല റെക്കോർഡ് മറികടന്ന് കുതിക്കുമെന്നത് കരുതുന്നു. 2008 സാമ്പത്തിക മധ്യത്തിന്റെ സമയത്ത് ബാരലിന് $147.27 ഇക്കുറി ഇതും കടന്ന് കുതിക്കുമെന്നാണ് അനലിസ്റ്റുകളുടെ പ്രവചനം. രാജ്യാന്തര വിപണിയിൽ സ്വർണം വെള്ളി വില ഇടിവിലാണ്. ഔൺസിംഗിന് 1.5% ഇടിഞ്ഞ് വില $5090 എത്തി. വെള്ളി വില ഔൺസിംഗിന് $82 എന്ന നിലയിലാണ്. കേരളത്തിൽ ഇന്ന് വില കുറയാൻ സാധ്യതയുണ്ട്. യുദ്ധം ആരംഭിച്ച് ഒരാഴ്ച പിന്നിടുമ്പോഴും ഇറാൻ തങ്ങളുടെ നിലപാടുകളിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ലെന്ന സൂചനയാണ് നൽകുന്നത്. ഇതിന്റെ ഭാഗമായി നിലവിലെ സുപ്രീം നേതാവ് അലി ഖമേനിയുടെ പിൻഗാമിയായി അദ്ദേഹത്തിന്റെ മകനെ പുതിയ സുപ്രീം നേതാവായി നിയമിച്ചു. എന്നാൽ മുജത്തബ ഖമേനിയെയും വധിക്കുമെന്ന ഭീഷണി ഇസ്രായേൽ സൈന്യം മുഴക്കിക്കഴിഞ്ഞു. ഇറാന്റെ സൈന്യത്തെയും നിലവിലെ ഭരണ സംവിധാനത്തെയും പൂർണ്ണമായും തുടച്ചു നീക്കിയാൽ മാത്രമേ യുദ്ധം അവസാനിപ്പിക്കൂ എന്ന ഉറച്ച നിലപാടിലാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യൻ ഓഹരി വിപണി തുടക്കത്തിൽ തന്നെ കനത്ത നഷ്ടത്തിലായി. 2.5% ഇടിവിലാണ് ഇരു സൂചികളും വ്യാപാരം തുടങ്ങിയത്. 3% ഇടിഞ്ഞ നിഫ്റ്റി 23,795 2300 പോയിന്റിലധികം ഇടിഞ്ഞ സെൻസെക്സ് 76,587 എല്ലാ മേഖലയിലും കനത്ത വിൽപ്പന സമ്മർദ്ദമാണ് അരങ്ങേറുന്നത്. നിക്ഷേപകർക്ക് കോടികളുടെ നഷ്ടമുണ്ടായി. സംസ്ഥാനത്തെ സ്വർണ്ണവില ഇടിഞ്ഞു. ഗ്രാമിന് 180 രൂപ കുറഞ്ഞ് 14,820 രൂപയിലെത്തി. പവൻ വിലയിൽ 1,440 രൂപയുടെ കുറവുണ്ട്. ഇന്ന് 1,18,560 രൂപയിലാണ് ഒരു പവൻ സ്വർണത്തിന്റെ വിൽപ്പന. ക്രൂഡ് ഓയിൽ വില ക്രമാതീതമായി വർദ്ധിക്കുന്നതും ഇന്ത്യ പോലുള്ള എണ്ണ ഇറക്കുമതി രാജ്യങ്ങൾക്ക് നല്ലതല്ല. വില കൂടുമ്പോൾ ഇറക്കുമതി ചെലവും വർദ്ധിക്കും. ഇത് രാജ്യത്തിന് വിലക്കയറ്റത്തിനും പണമെടുപ്പത്തിനും കാരണമാകും. കമ്പനികളുടെ പ്രവർത്തന ചെലവ് കൂടുകയും ലാഭം കുറയുകയും ചെയ്യും. സാമ്പത്തിക വളർച്ചയിലും കുറവുണ്ടാകും. പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ കേന്ദ്ര ബാങ്കുകൾ പലിശ നിരക്ക് ഉയർത്താൻ സാധ്യതയുമുണ്ട്. ഇത് കമ്പനികളുടെ വായ്പാ ചെലവ് ഉയർത്തും. ഇത്തരം സാഹചര്യങ്ങളിൽ ഉപഭോക്താക്കൾ പണം ചെലവാക്കാൻ മടിക്കും. ഇത് വിൽപ്പനയെ സാരമായി ബാധിക്കും. ഇറക്കുമതി ചെലവ് കൂടുന്നത് രാജ്യ വ്യാപാര കമ്മിറ്റി ഉയർത്തുകയും ഇന്ത്യൻ രൂപയുടെ വിനിമയ നിരക്കിനെ ബാധിക്കുകയും ചെയ്യും. രൂപയുടെ വിനിമയ നിരക്ക് വല്ലാതെ കുറഞ്ഞാൽ വിദേശ നിക്ഷേപകർ ഓഹരികൾ പിൻവലിക്കാനും സാധ്യതയുണ്ട്. ഇന്ന് നിഫ്റ്റി 3% ഇടിവിലാണ്. ഇന്ത്യൻ ഓഹരി വിപണി താഴ്ന്ന് വ്യാപാരം തുടങ്ങുമെന്നാണ് ഇതിലെ സൂചന. ഏഷ്യൻ വിപണികൾ ഇന്ന് കനത്ത നഷ്ടത്തിലാണ്. ക്രൂഡ് ഓയിൽ വില കുത്തനെ ഉയർന്നതാണ് പ്രധാന കാരണം. ജപ്പാനിലെ നിക്കോയ് സൂചിക 7% നഷ്ടത്തിലായി. ഹോങ്കോങ് സൂചിക 2.5%, ഷാങ്കായ് 1% ഇടിവിലാണ്. US ഫ്യൂച്ചറുകളും നഷ്ടത്തിലാണ് വ്യാപാരം ആരംഭിച്ചത്. ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കാനുള്ള കാരണം വിപണിയിലെ ലഭ്യതക്കുറവല്ല എന്നും ആളുകൾ ഉണ്ടാക്കിയ ഭയമാണെന്നും US എനർജി സെക്രട്ടറി ക്രിസ് റൈറ്റ് പറഞ്ഞു. നവംബറിൽ ഇടക്കാല തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ US ഇന്ധനവില വർദ്ധിക്കുന്നതിനിടെയാണ് റൈറ്റിന്റെ പ്രസ്താവന. ഇന്ധനവില വർദ്ധിക്കുന്നത് രാജ്യത്ത് വിലക്കയറ്റത്തിന് കാരണമാകുമെന്ന ആശങ്ക ശക്തമായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്ന തൊഴിൽ കണക്കുകളും ആശ്വാസമല്ല. ഫെബ്രുവരിയിൽ 97,000 പേർക്കാണ് ജോലി പോയത്. യുദ്ധം പെട്ടെന്ന് അവസാനിച്ചാൽ പോലും തകർന്ന ഉൽപാദന കേന്ദ്രങ്ങളുടെ അറ്റകുറ്റപ്പണികളും ഷിപ്പിംഗ് തടസ്സങ്ങളും കാരണം ലോകമെമ്പാടുമുള്ള ബിസിനസ്സുകളും ഉപഭോക്താക്കളും മാസങ്ങളോളം ഉയർന്ന ഇന്ധനവില നേരിടേണ്ടി വരും. സൗദി അറേബ്യ ചെങ്കടൽ വഴിയുള്ള കയറ്റുമതി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഹോർമൂസസ് കടലിടുക്കിലുണ്ടായ പ്രതിസന്ധി നീക്കാൻ ഇത് പര്യാപ്തമല്ല എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.